ചെയ്ത് അനുഗ്രഹിക്കുമാറാണ്. ബഹുമാനികളെ, അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താലാണ് പരിശുദ്ധമായ ഖുർആൻ ഓതുവാനുള്ള തൗഫീഖ് ഉണ്ടായത്. ഒപ്പം എല്ലാവരുടെയും സഹകരണവും ഈ മസ്ജിദിനെ സംബന്ധിച്ചിടത്തോളം ഏറെ വേറിട്ട ഒരു അനുഭവമാണ് എനിക്ക് സമ്മാനിച്ചത്. എന്തുകൊണ്ടും എല്ലാവരും ഏറെ ഹൃദ്യമായി സ്നേഹമസൃണമായിട്ടാണ് ഇടപെടുകയും വിശിഷ്യ ഉസ്താദ് അവர்கள் ഉൾപ്പെടെ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ ഷാഫി ഉസ്താദ് ഉൾപ്പെടെയുള്ളവരുടെ നിസ്സീമമായ സഹകരണവും സ്നേഹവും അല്ലാഹു അവർക്ക് ദീർഘായുസ്സോടുകൂടിയുള്ള ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആൻ നാം ആദ്യാവസാനം ഓതി കേട്ടു. നമുക്കറിയാം, പരിശുദ്ധമായ ഖുർആൻ കേവലം ഒരു പാരായണം ചെയ്യപ്പെടേണ്ട ഗ്രന്ഥം മാത്രമല്ല. ഖുർആനിന്റെ പാരായണത്തിന് അല്ലാഹു മഹത്വം കൽപ്പിച്ചതിനോടൊപ്പം തന്നെ ഈ പരിശുദ്ധമായ ഖുർആനിന്റെ അർത്ഥതലങ്ങൾ, അതിന്റെ ആശയതലങ്ങൾ കൃത്യമായി തിരിച്ചറിയുന്നിടത്താണ് ഒരു സത്യവിശ്വാസി പൂർണ്ണമായ വിശ്വാസത്തിലേക്ക് എത്തുക. അല്ലാഹു സൂറത്ത് മുഹമ്മദിൽ ചോദിക്കുന്നുണ്ട്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, നിങ്ങൾ ഖുർആനിൽ ചിന്തിക്കുന്നില്ലേ? നിങ്ങൾ ഖുർആനിൽ പര്യാലോചിക്കുന്നില്ലേ? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, അതല്ല അവരുടെ ഹൃദയങ്ങളിൽ അല്ലാഹു താഴ്ത്തിരിക്കുകയാണോ, കൂട്ടുപിടിച്ചിരിക്കുകയാണോ എന്ന് അല്ലാഹു ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഖുർആനിന്റെ ആദ്യാവസാനം നാം ഓതി കേട്ടു, അത് പ്രതിഫലമുള്ള കാര്യമാണ്. പക്ഷേ ആ ഖുർആൻ നമ്മളോട് എന്താണ് സംസാരിക്കുന്നത്, നമ്മളോട് എന്താണ് സംവേദനം നടത്തുന്നത് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ആ ഖുർആനിന്റെ മധുരിമ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക. ബഹുമാനികളെ, ആദിപിതാവായ ആദം നബി അലൈഹിസ്സലാം മുതലുള്ള പ്രവാചകന്മാരുടെ ചരിത്രം നാം ഒന്ന് പഠിക്കുമ്പോൾ ആ ചരിത്രത്തിന്റെ ശകലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും, ഓരോ പ്രവാചകന്മാരും സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രബോധന പ്രവർത്തനങ്ങളുമായി ഏർപ്പെടുമ്പോൾ അവരുടെ പ്രബോധന പ്രവർത്തനത്തിന് ബലമേകുന്ന തരത്തിൽ അല്ലാഹു ഒരു മുഅ്ജിസത്ത് നൽകും, അല്ലാഹു ഒരു അമാനുഷികത നൽകും. മൂസ നബി അലൈഹിസ്സലാമയുടെ സംഭവത്തിൽ നമുക്കറിയാം, തുരിസീന പർവ്വതത്തിന്റെ പർവ്വതത്തിലേക്ക് അല്ലാഹു വിളിച്ചുകൊണ്ട് മൂസ നബി അലൈഹിസ്സലാമയോട് പറയുന്നുണ്ട്, വഅൽഖി അസാ, വടി താഴെയിടുക മൂസ അലൈഹിസ്സലാം. ഫഇദാ ഹിയ ഹയ്യത്തുൻ തസ്ആ, ഇഴഞ്ഞു നീങ്ങുന്ന സർപ്പമായി ആ വടി മാറുന്നതാണ് നാം പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് ത്വാഹ ഉൾപ്പെടെയുള്ള സൂറത്തുകളിൽ നാം കാണുന്നത്. ഇങ്ങനെ ഓരോ പ്രവാചകന്മാർക്കും അവരുടെ പ്രബോധന മേഖലകൾ ശക്തമാക്കുന്നതിന് സമൂഹവുമായി ആ കാലത്തിന്റെ ഏറ്റവും വലിയ ട്രെൻഡിനെ ബീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു മുഅ്ജിസത്ത്, ഒരു ദൃഷ്ടാന്തം അവിടെ പ്രവാചകന്മാർക്ക് നൽകുന്നതായി കാണാൻ കഴിയും. മൂസ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം ആ കാലത്തിന്റെ ട്രെൻഡ് എന്ന് പറഞ്ഞിരുന്നത് അത് മായാജാലമായിരുന്നു, ഇന്ദ്രിയ ജാലമായിരുന്നു. വലിയ വിദ്യകൾ കാട്ടിക്കൊണ്ട് സമൂഹത്തിൽ ഉന്നതമായ നിലവാരം പുലർത്തിയിരുന്ന ഒരു സമൂഹത്തെ മുമ്പിൽ നിർത്തിക്കൊണ്ട് മൂസ നബി അലൈഹിസ്സലാം വടി താഴെയിടുന്നേണ്ട താമസം ആ വടി ആ വടി താഴെയിടേണ്ട താമസം അതെല്ലാത്തിനെയും വിഴുങ്ങുന്ന തരത്തിൽ മാറിയെങ്കിൽ ഈസാ നബി അലൈഹിസ്സലാമയുടെ കാലമാകുമ്പോഴേക്ക് ആ അമാനുഷികതയ്ക്ക് നമ്മൾ മറ്റൊരു അർത്ഥതലമാണ് കാണുന്നത്, മറ്റൊരു രീതിയാണ് കാണുന്നത്. വൈദ്യശാസ്ത്രം അതിന്റെ പരകോടി പ്രാപിച്ച ഒരു കാലഘട്ടത്തിൽ ഗ്രീക്കിന്റെയും യൂനാനി ചികിത്സാ മേഖലകളൊക്കെ ഏറെ അഭിവൃദ്ധി പ്രാപിച്ച ഒരു കാലഘട്ടത്തിൽ ഈസാ നബി അലൈഹിസ്സലാം പ്രവാചകനായി സമൂഹത്തിന്റെ ഇടയിലൂടെ നടന്നു നീങ്ങുമ്പോൾ അല്ലാഹു തആല ഈസാ നബി അലൈഹിസ്സലാമിന് കൊടുത്ത അനുഗ്രഹം, കൊടുത്ത മുഅ്ജിസത്ത്, വഉബ്രിഉൽ അക്മഹ വൽ അബ്റസ വഉഹ്യിൽ മൗതാ ബിഇദ്നില്ലാ വറസൂലൻ ഇലാ ബനി ഇസ്രായീൽ, ഇസ്രായേൽ സമൂഹത്തിലേക്ക് ദൂതനായി നിയുക്തനായ ഈസാ നബി അലൈഹിസ്സലാം രോഗമുള്ള കുഷ്ഠരോഗം ബാധിച്ചവരെ ചികിത്സിച്ച് ഭേദപ്പെടുത്തുന്ന, ഒന്ന് കരതലം സ്പർശിക്കേണ്ട താമസം വലിയ വലിയ അസുഖങ്ങൾ മാറുന്ന തരത്തിലുള്ള ഒരു അത്ഭുത സിദ്ധി അല്ലാഹു ഈസാ നബി അലൈഹിസ്സലാമിക്ക് നൽകി. വഉഹ്യിൽ മൗതാ ബിഇദ്നില്ലാ, അതിനുമപ്പുറം മരിച്ച് നിർജീവമായി കിടക്കുന്ന ഒരു വ്യക്തിയെ ജീവിപ്പിക്കാനുള്ള ഒരു ശേഷി പോലും അല്ലാഹു ഈസാ നബി അലൈഹിസ്സലാമിക്ക് നൽകി. കാരണം കാലത്തിന്റെ ഏറ്റവും വലിയ പ്രതിഭാസമായ വൈദ്യശാസ്ത്രത്തിന്റെ ഉന്നത തലങ്ങളെ ബീറ്റ് ചെയ്യുന്ന തരത്തിൽ, അതിനെ വെല്ലുവിളിക്കുന്ന തരത്തിലായിരുന്നു ഈസാ നബി അലൈഹിസ്സലാമിക്ക് അല്ലാഹു നൽകിയ മുഅ്ജിസത്ത്. എന്നാൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് വരുമ്പോൾ നബിതങ്ങൾക്ക് അല്ലാഹു ധാരാളം മുഅ്ജിസത്തുകൾ നൽകിയിട്ടുണ്ട്. സബ്ബഹൽ ഹസാ ഫീ യദൈ, ചരൽക്കല്ലുകൾ അവിടുത്തെ കരങ്ങളിൽ നിന്ന് തസ്ബീഹ് ചൊല്ലിയിട്ടുണ്ട്. സല്ലമഹുൽ ഹജറു വശജർ, മരങ്ങളും കല്ലുകളും അങ്ങേക്ക് സലാം പറഞ്ഞിട്ടുണ്ട്.
പറഞ്ഞിട്ടുണ്ട് വിഷലിപ്തമായ ഒരു ആടിന്റെ ഇറച്ചി നബി തങ്ങളോട് സംസാരിച്ച് നബിയെ എന്നെ കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഒരു ഭാഗത്ത് നിലനിൽക്കുമ്പോ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു നൽകിയ ഏറ്റവും വിശിഷ്ടമായ അനുഗ്രഹം അത് പരിശുദ്ധമായ ഖുർആനാണ്. അഥവാ ഖുർആനാകുന്ന അമാനുഷികത അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരവായ തങ്ങൾക്ക് നൽകി. മൂസ നബി അലൈഹിസ്സലാമയ്ക്ക് അല്ലാഹു തൗറാത്ത് നൽകിയിരുന്നു. ഈസ നബി അലൈഹിസ്സലാമയ്ക്ക് അല്ലാഹു ഇൻജീൽ നൽകിയിരുന്നു. പക്ഷേ അതിൽ അമാനുഷികമായ തലങ്ങളില്ല. വേദഗ്രന്ഥം എന്ന അർത്ഥത്തിലാണ് അല്ലാഹു നൽകിയത്. എന്നാൽ ആദരവായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയ പരിശുദ്ധമായ ഖുർആൻ നബി തങ്ങൾ ഹിറാഇന്റെ പർവ്വതങ്ങളിലേക്ക് കടന്നിരുന്നുകൊണ്ട് 40ാമത്തെ വയസ്സിൽ ആ സമൂഹത്തിന്റെ മുഴുവൻ അവസ്ഥകളിൽ നിന്നും മാറ്റി അടർത്തിയെടുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി ഒരു പരിവർത്തനത്തിന് വിധേയമാക്കിക്കൊണ്ട് നസലൽ അമീൻ മുഖറബുൽ അംലാക് മലക്ക് ജിബ്രീൽ വന്ന് പകർന്നു കൊടുത്ത ഇഖ്റഇന്റെ ആദ്യ വാചകങ്ങൾ ഒരു സമൂഹത്തിന്റെ ആശയതലങ്ങളെ കൃത്യമായി വിസ്ഫോടനാത്മകമായ നിലയിൽ അവരോട് സംസാരിക്കുന്നതായിരുന്നു. കാരണം ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ അറബികളിലെ സാഹിത്യ സാമ്രാട്ടുകൾ അവർ കോളേജിന്റെയോ അല്ലെങ്കിൽ പഠിപ്പുരകളുടെയോ പടിവാതിക്കൽ കണ്ടിട്ടില്ല. എങ്കിലും സ്വതവേയുള്ള അവരുടെ ഗ്രാമീണമായ ശൈലിയിൽ കൃത്യമായി അറബി പ്രയോഗങ്ങൾ നടത്താൻ കഴിയുന്ന വലിയ സാഹിത്യകാരന്മാരുണ്ടായിരുന്ന ഒരു സമൂഹത്തിന്റെ മധ്യേ ആദരവായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധമായ ഖുർആനിന്റെ വചനമജസ്സുകൾ ഓതുന്നത് നാം ഒന്ന് ചിന്തയ്ക്ക് വിധേയമാക്കണം. അവിടെ ജീവിച്ചിരുന്നത് ഒരു ചരിത്ര സംഭവത്തിൽ വരുന്നുണ്ട്. ഒരു വ്യക്തി ഒരു സാഹിത്യകാരനെ കാണാൻ വേണ്ടി പോവുകയും അദ്ദേഹത്തിന്റെ വാതിൽ കൊണ്ടുകയും ചെയ്തു. വാതിൽ തുറന്നു വന്നപ്പോ ആ സാഹിത്യകാരന്റെ മകനാണ്. അവനെ ഒന്ന് പരിഹസിക്കണം എന്ന അർത്ഥത്തിൽ ഐന ഫഅബുക, നിന്റെ ഉപ്പ എവിടെ എന്ന് അറബിയിൽ ചോദിക്കുന്നതിന് ഫായിന്റെ ആവശ്യമില്ല. എങ്കിലും അവനെ ഒന്ന് ഇളക്കാൻ വേണ്ടി ഐന ഫഅബുക, നിന്റെ ഉപ്പ എവിടെ എന്ന് ചോദിച്ചപ്പോ ആ മനുഷ്യന് മറുപടിയായി ഈ കുരുന്നുബാലൻ കൊടുത്തത് കൊണ്ട് ഒരു ആശയം പ്രപഞ്ചം തീർക്കാൻ കഴിവുള്ള കുരുന്നുകൾ ആ സമൂഹത്തിൽ ജീവിച്ചിരുന്നു. എന്റെ ഉപ്പ പോയിരിക്കുന്നത് വേട്ടയ്ക്ക് വേണ്ടി മരിപ്പറമ്പിലേക്കാണ്, വേട്ടയാടുന്നതിന് വേണ്ടി. വേട്ട കഴിഞ്ഞാൽ ഉപ്പ തിരിച്ചു വരുമെന്ന് ഒരു ഫാ കൊണ്ട് തന്നെ ഉപദ്രവിച്ച് എതിരാളിക്ക് ഫാ കൊണ്ടൊരു പെരുമഴ തീർക്കാൻ കഴിവുള്ള കുരുന്നുകൾ ഉണ്ടായിരുന്ന അറബ് സമൂഹത്തിന്റെ മധ്യയാണ് മുഹമ്മദ് റസൂലുള്ളാഹി എഴുന്നേറ്റ് നിന്ന് ഇഖ്റാ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ് എന്ന് പാരായണം ചെയ്യുന്നത്. അവിടെയാണ് പരിശുദ്ധമായ ഖുർആനിന്റെ പ്രസക്തി നാം ചേർത്ത് വായിക്കേണ്ടത്. മുഹമ്മദ് റസൂലുള്ളാഹി ആദ്യ 4 സൂക്തങ്ങളിലൂടെ സമൂഹത്ത് എത്ര ഗ്രന്ഥങ്ങളുണ്ട്. ന്യൂ ടെസ്റ്റമെന്റായി, ഓൾഡ് ടെസ്റ്റമെന്റായി, തൽമൂദായി, ഭഗവത്ഗീതയായി ധാരാളം ഗ്രന്ഥങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. എങ്കിലും വായിക്കുക, വായിച്ചു വളരുക എന്ന ആഹ്വാനത്തോടു കൂടി അവതരിച്ച ഒരേ ഒരു ഗ്രന്ഥം അത് പരിശുദ്ധമായ ഖുർആൻ മാത്രമാണ്. ഇഖ്റാ, നീ വായിക്കണം. ആരുടെ നാമത്തിലാണ് വായിക്കേണ്ടത്? ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ്, നിന്നെ പടച്ച, നിനക്ക് ജീവൻ നൽകിയ റബ്ബിന്റെ നാമത്തിൽ നീ വായിക്കണം. ഖലഖൽ ഇൻസാന മിൻ അലഖ്, മനുഷ്യനുണ്ടാകേണ്ട ഏറ്റവും വലിയ തിരിച്ചറിവ് അവന്റെ ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നും നിസാരമായ അവസ്ഥയിൽ നിന്നും അലഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭാശയത്തിന്റെ മതിലുകളിൽ അല്ലിപ്പിടിച്ച് കിടക്കുന്ന ഒരു അട്ടയെ പോലെ അങ്ങനെ കിടന്നിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഇന്നാകാര സവിഷ്ഠമായ ഒരു മനുഷ്യന്റെ രൂപകൽപ്പന ഉണ്ടായതെങ്കിൽ നീ വായിക്കുക. ഇന്നത്തെ മുഴുവൻ വിദ്യാഭ്യാസ സംവിധാനങ്ങളുടെയും അച്ചുതണ്ടായ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇന്നത്തെ തലമുറയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ഡെപ്തുള്ള ആശയ വ്യാപ്തിയുള്ള എത്ര ബുക്കുകൾ വായിച്ചിട്ടുണ്ടാകും. ഇന്ന് യുക്തിവാദ പരിസരങ്ങൾ അതുപോലെ ഫ്രീ തിങ്കിങ്ങുകളൊക്കെ വളരുന്നുണ്ട് എങ്കിൽ അത് കേവലം ചില താല്പര്യങ്ങളുടെ പേരിൽ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കുക എന്നതിനപ്പുറം വായനയുടെ കൃത്യമായ തിരിച്ചറിവിന്റെ പേരിൽ ഇവിടെ ആരും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നില്ല. അവിടെയാണ് ഇഖ്റാ, നീ വായിക്കുക. നിനക്ക് തിരിച്ചറിവുണ്ടാകണമെങ്കിൽ പരിശുദ്ധമായ ഖുർആനിന്റെ വചനവചസ്സുകൾ അവരാവർത്തി ആഴത്തോടെ നിന്റെ മനസ്സോട് ചേർത്ത് വെച്ചുകൊണ്ട് നീ വായിക്കുമ്പോഴാണ് നിനക്ക് യഥാർത്ഥമായ ഒരു തിരിച്ചറിവുണ്ടാവുക എന്ന് മുഹമ്മദ് റസൂലുള്ളാഹിയോട് അല്ലാഹു പറഞ്ഞു കൊടുക്കുകയാണ്. നാം മനസ്സിലാക്കേണ്ടത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിയോഗിക്കാൻ അല്ലാഹു തിരഞ്ഞെടുത്തൊരു സൊസൈറ്റി ഉണ്ട്, ഒരു കൾച്ചർ ഉണ്ട്, ഒരു സമൂഹമുണ്ട്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹുവിന് വേണമെങ്കിൽ
ഗ്രീക്ക് ഫിലോസഫി നിന്നിരുന്ന യവന തത്വശാസ്ത്രത്തിന്റെ ഈറ്റില്ലവും പോറ്റില്ലവുമായ യൂറോപ്പിൽ വിവിധങ്ങളുടെ നിയോഗം ഉണ്ടാകാമായിരുന്നു. അല്ലെങ്കിൽ ആ കാലത്തിന്റെ ഏറ്റവും വലിയ രാജവംശമായ അല്ലെങ്കിൽ ഏറ്റവും വലിയ സൂപ്പർ പവറായ റോമൻ എംപയറിന്റെയും പേർഷ്യൻ എംപയറിന്റെയും മടിത്തട്ടിൽ വിവിധങ്ങളെ വളർത്താമായിരുന്നു. അങ്ങനെ ഏതെങ്കിലും രാജ്യത്തിന്റെയോ ആശയത്തിന്റെയോ ഭരണത്തിന്റെയോ അകമ്പടിയില്ലാത്ത, സമൂഹം ആരും പഠിക്കാൻ താല്പര്യമില്ലാതിരുന്ന, ആർക്കും വേണ്ടാതെ ഇട്ടിരുന്ന, കോളനിവൽക്കരണത്തിന് വിധേയമാകാത്ത സ്വതസിദ്ധമായ ഒരു അറബ് സമൂഹത്തിലേക്ക്, ബന്ധുക്കളായ അറബിയിലേക്ക്, ആ അറബ് സമൂഹത്തിന്റെ ഇടയിലേക്ക് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന് പലതും തെളിയിക്കാറുണ്ട്, അല്ലാഹുവിന് പലതും കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ നാഗരികതയില്ലാത്ത ചെറിയൊരു മൂക്കുകയറിന് വേണ്ടി വലിയ വർഷങ്ങളോളം യുദ്ധം നടത്തുന്ന ഒരു സമൂഹത്തിന്റെ മധ്യേ ഒരു സമുദ്ധാരകൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ആ പാരായണത്തിലൂടെ 40ാമത്തെ വയസ്സ് മുതൽ 63ാമത്തെ വയസ്സ് വരെയുള്ള 23 വർഷക്കാലത്തെ വിപ്ലവാത്മകമായ ഒരു മാറ്റത്തിന്റെ പടഹധ്വനി മുഴങ്ങിയെങ്കിൽ അവിടെ ആ പരിശുദ്ധമായ ഖുർആൻ തീർത്ത വിപ്ലവം അല്ലാഹു കാരുണ്യമായി കാണിത്തരികയായിരുന്നു. വിപ്ലവം എന്ന് പറഞ്ഞാൽ സർവാത്മകമായ വിപ്ലവം. മനുഷ്യന്റെ അഖിലമായ നിഖിലങ്ങളായ മേഖലകളിൽ നമ്മളൊക്കെ സൂറത്തുൽ ഫാത്തിഹയിൽ പാരായണം ചെയ്യും, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, റബ്ബേ സന്മാർഗ്ഗം കാട്ടിത്തരണം. ആ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീമിന്റെ മറുപടിയാണ് സൂറത്തുൽ ബഖറ മുതൽ സൂറത്തുൽ നാസ് വരെ അല്ലാഹു നൽകിയിട്ടുള്ളത്. അല്ലാഹുവേ സന്മാർഗ്ഗം കാട്ടിത്തരണമേ എന്ന് പറയുമ്പോൾ അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. സന്മാർഗ്ഗം വേണമോ? സംശയത്തിന് വഴിയില്ലാത്ത പരിശുദ്ധമായ ഖുർആനോട് നെഞ്ചു ചേർത്ത് കഴിഞ്ഞാൽ ഹുദൽ ലിൽ മുത്തഖീൻ, നിനക്ക് സന്മാർഗ്ഗം ഉണ്ടാകുമെന്ന് അല്ലാഹു പഠിപ്പിച്ചു. സൂറത്തുൽ ബഖറ മുതൽ തുടങ്ങുന്ന മൃഗത്തിന്റെ പേരുള്ള ബഖറയിൽ നിന്നും മനുഷ്യനിലേക്ക് എത്തിച്ചേരുന്ന സൂറത്തുൽ നാസ് വരെയുള്ള 114 സൂക്തങ്ങളിലൂടെ ഒരു ചരിത്രയാത്ര നടത്തുമ്പോൾ ഒരു മനുഷ്യന്റെ എല്ലാ മേഖലകളും വിശുദ്ധമാവുകയാണ്. ആദർശത്തിൽ അവന് കൃത്യമായ തിരിച്ചറിവുണ്ടാവുകയാണ്. എന്നെ പടച്ചതാര്, എന്നെ നിയന്ത്രിക്കുന്നതാര്, മൻ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ നിയന്ത്രിക്കുന്നതാര് എന്ന ചോദ്യത്തിന് അല്ലാഹുവാണ് എന്ന പരിചയപ്പെടുത്തൽ, അല്ലാഹുവിനെ കുറിച്ച് കൃത്യമായ പരിചയപ്പെടുത്തൽ, അത് ഖുർആനിന്റെ പ്രമേയമാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഒരു ആരാധ്യനുമില്ല. അൽ ഹയ്യുൽ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്ന ഒരു എക്സിസ്റ്റൻസ് ഉള്ള അല്ലാഹു മാത്രമാണ് എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു. അഥവാ ആദർശപരമായ കൃത്യമായ വിശുദ്ധി പരിശുദ്ധമായ ഖുർആൻ ഉറപ്പുവരുത്തുന്നു. ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ അലി റളിയല്ലാഹു അൻഹു കുറെ ആളുകൾ സംസാരിക്കുന്നതായി കാണുകയാണ്. കുറെ ആളുകൾ ദുന്യവിയായ ഭൗതികമായ കാര്യപ്രസക്തമല്ലാത്ത കാര്യങ്ങളിൽ തർക്കിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്ന അലി റളിയല്ലാഹു അൻഹു ആ കൂട്ടത്തിലുണ്ടായിരുന്ന വ്യക്തിയോട് ചോദിക്കുന്നു, അവിടെ എന്താണ് ചർച്ച? ഉടനെ പറയുകയാണ്, ഇന്ന് അവർ പല ഫിത്നകളും അകപ്പെട്ടുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇങ്ങനെയാണോ അവരുടെ സംസാരത്തിന്റെ വിഷയങ്ങൾ? ഖുർആനെ അകറ്റി നിർത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായിട്ട് കാലങ്ങളേറെ ആയിട്ടില്ല. ആ മണ്ണിന്റെ നനവ് ഇതുവരെ ഉണങ്ങിയിട്ടില്ല. അവർ ഖുർആനെ അകറ്റി വെച്ചുകൊണ്ട് മറ്റ് ചർച്ചകളിൽ ഏർപ്പെടുകയാണോ എന്ന് അലി റളിയല്ലാഹു അൻഹു ചോദിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തനിക്കുണ്ടായ ഒരു അനുഭവം അലി റളിയല്ലാഹു അൻഹു ഓർത്തെടുക്കുന്നുണ്ട്. ദക്കർതു ഐൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളോടൊപ്പമുള്ള ഒരു നിമിഷം ഞാനിവിടെ ഓർത്തു പോവുകയാണ്. ഖാല റസൂലുള്ളാഹ്, നബി തങ്ങൾ പറഞ്ഞു, ഇന്നഹാ സതകൂനു ഫിത്ന, ഇനി കാലങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ സമൂഹം പ്രശ്നങ്ങളെ അതിജീവിക്കേണ്ടി വരും. വലിയ വലിയ പ്രശ്നങ്ങൾക്ക് വസ്ത്രമാകും ഇസ്ലാമിക സമൂഹം. ഉടനെ അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ചോദിച്ചു, മൽ മഖ്റജു മിൻഹാ യാ റസൂലല്ലാഹ്, ഇത്തരം പ്രശ്നകരമായ സാഹചര്യങ്ങളിൽ എനിക്കൊരു പോംവഴി എന്താണ്? മഖ്റജ് എന്ന് പറഞ്ഞാൽ ഒരു എമർജൻസി എക്സിറ്റ് എന്താണ്? രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ് എന്ന് തങ്ങളോട് ചോദിച്ചപ്പോ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അത് പരിശുദ്ധമായ ഖുർആനാണ്, കിതാബുല്ലാഹ്. നബി തങ്ങളുടെ ആ വാചകങ്ങളിൽ ഖുർആനിന്റെ കൃത്യമായ ഈ ചുരുങ്ങിയ സമയത്തിൽ ഖുർആനിന്റെ 114 അധ്യായത്തിനെ ഒന്ന് ചുരുക്കി പറയാൻ പറഞ്ഞാൽ മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞു തരികയാണ്, കിതാബുല്ലാഹ്, അതൊരു ഗ്രന്ഥമാണ്. ഫീഹി നബഉ മാ ഖബലകും, ആ ഗ്രന്ഥത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഗതകാല സമൂഹങ്ങളുടെ, ഇന്നലകളുടെ അഥവാ പാസ്റ്റിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെ കൃത്യമായി ആ ഖുർആൻ ചിത്രീകരിക്കുന്നുണ്ട്. ഖുർആൻ പാരായണം ചെയ്തു വരുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആദിപിതാവായ ആദം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുന്നു, ഇബ്ലീസിനെ പറ്റി ചർച്ച ചെയ്യുന്നു. the first civilized man in the face of the world, ഈ ഭൂമിയുടെ ഭൂമുഖത്തൂടെ നടന്ന ആദ്യ സാംസ്കാരിക സമ്പന്നനായ മനുഷ്യൻ ആദം നബി അലൈഹിസ്സലാമയാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. അല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ, എല്ലാം പഠിപ്പിച്ചു കൊടുത്തു. തികവുറ്റ ഒരു പൂർണ്ണനായ മനുഷ്യൻ
മനുഷ്യൻ ശിലായുഗത്തിൽ നിന്ന് പതുക്കെ പതുക്കെ മാറി വരുന്ന ഒരു മനുഷ്യന്റെ സങ്കല്പമല്ല ഇസ്ലാം മുമ്പോട്ട് വെക്കുന്നത്. കൃത്യമായ പൂർണ്ണമായ ആശയപരമായ കൃത്യമായ കാഴ്ചപ്പാടുള്ള ഒരു സമൂഹത്തിന്റെ മുഴുവൻ പിതാവാൻകാരാൻ കഴിയുന്ന ആദം നബി അലൈഹിസ്സലാമയുടെ ചിത്രം ഫീഹി നബഉമാ ഖബലകും, നിങ്ങളുടെ ഇന്നലകൾ ആ പരിശുദ്ധമായ ഖുർആനിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ആദം നബി അലൈഹിസ്സലാമയുടെ സന്താന പരമ്പരയിലൂടെ വന്ന നൂഹ് നബി അലൈഹിസ്സലാമയുടെ ചർച്ചയും അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്. ഒരുപിടി വിശ്വാസികളുമായി രക്ഷയുടെ നൗകയിലേക്ക് കയറിക്കൊണ്ട് യാത്ര തിരിച്ച നൂഹ് നബി അലൈഹിസ്സലാമയെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. വനജൈനാഹു വഅഹ്ലഹു മിനൽ കർബിൽ അദീം, വലിയ പ്രയാസത്തിൽ നിന്നും നൂഹ് നബി അലൈഹിസ്സലാമയും സമൂഹത്തെയും അല്ലാഹു രക്ഷപ്പെടുത്തി. വജഅൽനാ ദുർരിയ്യതഹു ഹുമുൽ ബാഖീൻ, അവിടുത്തെ ആ രക്ഷപ്പെട്ട തലമുറ മാത്രമാണ് പിന്നീട് ഈ ഭൂമുഖത്ത് അവശേഷിച്ചത്. അതുപോലെ തന്നെ ഹൂദ് നബി അലൈഹിസ്സലാമയുടെ സാലിഹ് നബി അലൈഹിസ്സലാമയുടെ സംഭവം അല്ലാഹു ഒട്ടകമാകുന്ന അമാനുഷികത നൽകിയ ആ ചരിത്രവും മനുഷ്യന് വഴികാട്ടുകയാണ്. അതിനുശേഷം സമൂഹത്തിനിടയിൽ അക്രമങ്ങളും അതുപോലെ തന്നെ കച്ചവട മീമാംസകളിൽ ഏറ്റക്കുറച്ചിൽ കാട്ടിയിരുന്ന ഒരു സമൂഹത്തിലേക്ക് നിയുക്തനായ ശുഐബ് നബി അലൈഹിസ്സലാമയെ കുറിച്ച് കാണാൻ കഴിയും. ഖാലൂ യാ ശുഐബു അസലാതുക തഅമുറുക അൻ നത്രുക മാ യഅബുദു ആബാഉന, ധാർഷ്ട്യത്തോടെ നിന്റെ ഈ നമസ്കാരവും നിന്റെ ഈ പള്ളി പോക്കുമൊക്കെ ഞങ്ങളുടെ ഇന്നലകളെ നമ്മൾ മറക്കണമെന്നാണോ പറയുന്നത്? അപ്പോൾ ശുഐബ് നബി അലൈഹിസ്സലാം ഖതീബുൽ അംബിയ എന്നറിയപ്പെട്ട പ്രവാചകന്മാരിൽ പ്രവാചകനായിരുന്ന ശുഐബ് നബി അലൈഹിസ്സലാം ആ സമൂഹത്തിന്റെ ധാർമ്മികമായ അധാർമികമായ അവസ്ഥകളെ തിരുത്തിക്കൊണ്ട് ഔഫുൽ കൈല, നിങ്ങൾ അളവിലും തൂക്കത്തിലും കൃത്യത കാണിക്കണം. വലാ തകൂനു മിനൽ മുഖ്സിരീൻ, നിങ്ങൾ അതിൽ കുറവ് വരുത്തരുത്. അഥവാ ഒരു മനുഷ്യന്റെ കച്ചവട സംബന്ധമായ കാര്യങ്ങളിൽ ഇന്നലകളിൽ ഒരു സമൂഹം വരുത്തിയ വീഴ്ചയും ആ സമൂഹത്തിനുണ്ടായ ശിക്ഷയും ഒക്കെ അല്ലാഹു പറഞ്ഞുകൊണ്ട് സമകാലിക സാഹചര്യങ്ങളുമായി ചേർത്ത് വായിക്കുമ്പോൾ ഇത്തരത്തിൽ ആരൊക്കെ കച്ചവടത്തിൽ അളവിൽ തൂക്കത്തിൽ വീഴ്ച വരുത്തുന്നുണ്ടോ അവന് വരാൻ പോകുന്ന വിപത്തിനെ പറ്റി ആവർത്തിച്ച് സൂറത്തുൽ അറാഫിൽ, സൂറത്തു ഹൂദിൽ, അതിനുശേഷം സൂറത്തുൽ നംലിൽ പലയിടങ്ങളിലായി സൂറത്തുൽ അൻകബൂത്തിൽ അല്ലാഹു ചർച്ച ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഓരോ പ്രവാചകന്മാരും ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ സമൂഹം, ആ സമൂഹത്തിൽ നിലനിന്നിരുന്നത് ഒരു വൈകൃതമായിരുന്നു. ഇന്നകും ലതഅതൂന റിജാല ശഹ്വതൻ മിൻ ദൂനിൻ നിസാ, സ്ത്രീകൾക്ക് പുറമെ പുരുഷന്മാരെ സമീപിക്കുന്ന ലൈംഗിക വൈകൃതത്തിൽ അകപ്പെട്ടിരുന്ന ഒരു സമൂഹത്തെ, ആ സമൂഹത്തെ ലൂത്ത് നബി അലൈഹിസ്സലാം നേരിട്ട രീതി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ആ സമൂഹത്തിനുണ്ടായ കഥയും അല്ലാഹു വിശദീകരിക്കുന്നു. ഫജഅൽനാ ആലിയഹാ സാഫിലഹാ, ആ സമൂഹത്തെ അല്ലാഹു ഉയർത്തിയെടുക്കുകയും സാഫിലഹാ അവരെ താഴ്ത്തി അടിക്കുകയും ചെയ്തു. വഅർസൽനാ അലൈഹിം ഹിജാറതൻ മിൻ സിജ്ജീൽ, വലിയ കല്ലിന്റെ പേമാരികൾ അവരിലേക്ക് വർഷിക്കുകയും ചെയ്തു. അവിടെ സാത്വികനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ചരിത്രം കാണാം. അബുൽ അംബിയ, ദ ഫാദർ ഓഫ് ദ നേഷൻസ്, സമൂഹത്തിന്റെ മുഴുവൻ പിതാവായ എല്ലാ മതങ്ങളാലും ഏറെ ആദരിക്കപ്പെടുന്ന അബ്രഹാം എന്ന് ബൈബിൾ വിളിക്കുന്ന, ബ്രഹ്മാവെന്ന് മറ്റു മതസ്ഥരെ വിളിക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ അവിടെ കാണാൻ കഴിയും. ആ ഇബ്രാഹിം നബിയുടെ ജീവിത ചര്യകളിലേക്ക് നിങ്ങൾ മടങ്ങണമെന്ന ഓർമ്മപ്പെടുത്തലും ആ പരിശുദ്ധമായ ഖുർആനിൽ കാണാൻ സാധിക്കും. ഇങ്ങനെ ഈ ഭൂമുഖത്തൂടെ ഇന്നലകളിൽ നടന്നു നീങ്ങിയ പ്രവാചകന്മാർ, അതും ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ ഖുർആൻ പറയുന്നതിന് ഒരു കാലികമായ പ്രസക്തിയുണ്ട്. നമുക്കറിയാം, സിവിലൈസേഷനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, ചരിത്രം ഹിസ്റ്ററി ബുക്കിൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം സുമേറിയൻ മെസപ്പൊട്ടോമിയൻ കൾച്ചറിനെ പറ്റി, ആ സിവിലൈസേഷനെ പറ്റിയിട്ട്, ആ നാഗരികതയെ പറ്റി നാം ഹിസ്റ്ററിയിലൊക്കെ പഠിക്കാറുണ്ട്. ആ നാഗരികതയുടെ മണൽ തനികളെ ഉലകം കൊള്ളിച്ചുകൊണ്ട് നടന്നു നീങ്ങിയ ഒരു പ്രവാചകനായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അവിടെയാണ് ആ പ്രവാചകനെ ഖുർആൻ നിത്യപ്രതിഷ്ഠയാക്കിക്കൊണ്ട് അവിടെ ഖുർആനിനെ കാലികമാക്കുകയാണ് പരിശുദ്ധമായ ഖുർആൻ. അതുപോലെ തന്നെ ഒരു പിടി പ്രവാചകന്മാർ, ഒരു കൂട്ടം പ്രവാചകന്മാർ, ഈ പ്രവാചകന്മാരുടെ വഴിത്താരയിലൂടെ നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥമായ തിരിച്ചറിവുണ്ടാകുമെന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു. നബിതങ്ങൾ പിന്നെയും തുടരുകയാണ്. നിങ്ങൾക്കിടയിലുള്ള കാര്യങ്ങൾക്ക്, നിങ്ങൾക്കിടയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക്, നിങ്ങളുടെ ശരി തെറ്റുകളെ ഖുർആൻ കൃത്യമായി തീരുമാനമെടുക്കുന്നു. നിങ്ങൾ നമസ്കരിക്കണം, നോമ്പ് പിടിക്കണം, ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും ഒരു മനുഷ്യൻ പാലിക്കേണ്ട വിശുദ്ധി പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം പലിശയുടെ എല്ലാ വ്യവഹാരങ്ങളും അവൻ ഒഴിവാക്കണമെന്ന് ഖുർആൻ പറയുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ വദറൂ മാ ബഖിയ മിനൽ റിബ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പരിശുദ്ധമായ ഖുർആനിന്റെ പ്രഥമമായ അഭിസംബോധകർ സഹാബാക്കളിലേക്ക് ഈ ആയത്തിനെ നാം ചേർത്ത് വായിക്കുമ്പോൾ, പലിശ നിഷിദ്ധമായി എന്ന ആയത്ത് അവതരിക്കുമ്പോൾ, ആ കാലഘട്ടത്തിൽ ഏറ്റവും
വലിയ പലിശയുമായി ബന്ധപ്പെട്ടിരുന്നത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാവിന്റെ സഹോദരനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. അങ്ങനെ നബി തങ്ങൾ പലിശ നിഷിദ്ധമാണ് എന്ന് പറയുമ്പോൾ എന്റെ പൊന്നുമകനെ പലിശ അല്ലാഹു പൂർണ്ണമായും ഒഴിവാക്കിയോ എന്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്. ഉപ്പ അല്ലെങ്കിൽ കൊച്ചാപ്പ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് നബി തങ്ങൾ മറുപടി പറയേണ്ട താമസം അദ്ദേഹം പറയുകയാണ്, എന്റെ പലിശയുടെ മുഴുവൻ വ്യവഹാരങ്ങളോടും ഞാൻ വിട പറഞ്ഞിരിക്കുകയാണ്. ആദ്യമായി ഒരു പലിശയുടെ ആ പലിശ മുഴുവൻ ഒഴിവാക്കിയിരിക്കുന്നു എന്ന് ഒരു പർവ്വതത്തിൽ കയറി നിന്നുകൊണ്ട് ഉറക്കെ പറഞ്ഞത് അത് അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. അഥവാ പരിശുദ്ധമായ ഖുർആൻ എ ബുക്ക് ഓഫ് ലൈറ്റ്, ഒരു പ്രകാശത്തിന്റെ പുസ്തകമാണ്, ഒരു മാർഗദർശനത്തിന്റെ പുസ്തകമാണ്. The book of enlightenment, വലിയ വലിയ വിപ്ലവത്തിന്റെ പടഹത്തിന് മുഴക്കിയ ഒരു പുസ്തകമാണ്. അഥവാ ഒരു പുസ്തകം മാത്രമല്ല, ആ പുസ്തകം ആപ്ലിക്കബിൾ ആണ് എന്ന് കാണിക്കാൻ കഴിയുന്ന ഒരു മാതൃകായോഗ്യമായ സമൂഹത്തെ 23 വർഷം കൊണ്ട് നബി തങ്ങൾ നിർമ്മിച്ചെടുത്തു. അഥവാ ആ സമൂഹത്തെ ഇത്രയും കടകെട്ട അല്ലെങ്കിൽ അറേബ്യൻ സാഹിത്യകാരന്മാരുടെ വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ആരാലും താല്പര്യപ്പെടാത്ത ഒരു സമൂഹത്തെ എന്റെ അനുചരന്മാർ താരക തുല്യരാണ്, അവർ ആരെ പിൻപറ്റി കഴിഞ്ഞാലും വിജയിക്കും എന്ന തരത്തിലേക്ക് പറയുന്ന തരത്തിൽ ആ ഒരു പരിവർത്തനത്തിന് വിധേയമാക്കിയെങ്കിൽ ഇനി ഏത് സമൂഹത്തിനാണ് ഈ ഖുർആൻ ആപ്ലിക്കബിൾ അല്ലാതായി മാറുന്നത്? അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രസക്തമായ നിലയിൽ ഓരോ മേഖലകളെയും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആനിലൂടെ സ്പർശിച്ചു. എന്ത് ശരി, എന്ത് തെറ്റ്, ഇത് കൃത്യമായിട്ട് പരിശുദ്ധമായ ഖുർആൻ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ വഖബറു മാ ബഅദകും, നിങ്ങളുടെ നാളുകളെ കുറിച്ച്, നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഈ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. അതിന് രണ്ട് അർത്ഥതലങ്ങളാണ്. ഒന്ന്, നാളെ നടക്കാനിരിക്കുന്ന സംഭവങ്ങളെ പരിശുദ്ധമായ ഖുർആൻ പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. അലിഫ് ലാം മീം ഗുലിബത്തിർ റൂം ഫീ അദ്നൽ അർദി വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ. റോമക്കാർ ഇപ്പോൾ പരാജയപ്പെട്ടു, ഇനി കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂന ഫീ ബിദ്ഇ സിനീൻ, കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ അവർ വിജയിക്കുമെന്ന് നബി നമ്മളോട് പറഞ്ഞു കൊടുത്തു. 7 വർഷങ്ങൾക്ക് ശേഷം റോമക്കാർ ജയിച്ചു. അതുകൊണ്ട് വിശ്വാസത്തിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏകദൈവാരാധന അധിഷ്ഠിതമായിരുന്ന ഒരു സമൂഹമായതുകൊണ്ട് തന്നെ അവരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതായി കാണാൻ കഴിയും. അപ്പോൾ കാലേ കൂട്ടി കണ്ടറിഞ്ഞ് പ്രവചനം നടത്താൻ കഴിയുന്ന ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആൻ എന്ന്. മറുഭാഗത്ത് നിങ്ങളുടെ നാളുകളെ കുറിച്ചുള്ള കൃത്യമായ ദർശ. മനുഷ്യ, ഒരു ദിവസം നിനക്ക് മരണമുണ്ട്. പാരായണം ചെയ്തു. പിന്നീട് അല്ലാഹു അവനെ മരിപ്പിക്കുകയും അവനെ ഖബറിലാക്കുകയും ചെയ്തു. ഖബറിലാക്കി കഴിഞ്ഞാലോ ആ ഖബറിലേക്ക് എത്തുമ്പോൾ അവന്റെ ബർസഖിയായ ജീവിതം തുടങ്ങി. ഇനി ആ ബർസഖിയായ ജീവിതം കഴിഞ്ഞു കഴിഞ്ഞാൽ അവനെ പുനർജീവിതത്തിന് വേണ്ടി, ഹിസാബ് കിതാബുകൾക്ക് വേണ്ടി, കൃത്യമായ വിചാരണകൾക്ക് വേണ്ടി അവനെ കൊണ്ടുവന്ന് നിർത്തും. അന്നത്തെ കൃത്യമായ തുലാസിന്റെ തൂക്കം അതൊരു സത്യമാണ്. ആർക്കവരുടെ തുലാസിന് ഭാരം തൂങ്ങുന്നുവോ അവരാണ് വിജയികൾ. ആരുടെ തുലാസിന് ഭാരം കുറഞ്ഞു പോയോ, സൽക്കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോയവർ, ജീവിതത്തിൽ തിന്മയുമായി മാത്രം രമിച്ചു കഴിഞ്ഞ ആളുകൾ, അവരുടെ നാളുകൾ അല്ലാഹു ഇന്നേ പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നു. അഥവാ എത്ര കൃത്യമാണ്. ഇന്നലകളെ കൃത്യമായി ഉദ്ധരിച്ചുകൊണ്ട് അതിൽ നിന്നും സമൂഹം പാഠം പഠിക്കണമെന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ, അഥവാ ആ സമൂഹത്തിന്റെ ചരിത്രം നിങ്ങൾക്കൊരു വഴിവിളക്കായി നിങ്ങളുടെ മുമ്പോട്ടുള്ള ഗമനത്തെ സുഗമമാക്കണമെന്ന് പറയുമ്പോൾ, മറുഭാഗത്ത് നിങ്ങളുടെ നാളുകൾ അത് കൃത്യമായി പറഞ്ഞു തരുന്നു. എന്താണ് നരകവാസികളുടെ അവസ്ഥ, എന്താണ് സ്വർഗവാസികളുടെ അവസ്ഥ? ഭാരമെങ്ങാണം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നാളെ അവൻ നേരിടേണ്ടി വരുന്ന അവസ്ഥ എന്താണ്? ഫരീഖുൻ ഫിൽ ജന്ന, ഒരു കൂട്ടത്തെ സ്വർഗ്ഗത്തിലേക്ക്, വഫരീഖുൻ ഫിസ് സഈർ, മറ്റൊരു കൂട്ടത്തെ നരകത്തിലേക്ക്. വസീഖൽ ലദീന തഖവ റബ്ബഹും ഇലൽ ജന്നതി സുമറ, നല്ല ആളുകൾ സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കപ്പെടും. വസീഖൽ ലദീന കഫറു ഇലാ ജഹന്നമ സുമറ, മോശമായ ആളുകളെ നരകത്തിലേക്ക് വലിച്ചിഴക്കപ്പെടും. ആ നരകത്തിന്റെ അവസ്ഥകൾ എന്താണ്? അവരുടെ വസ്ത്രം എന്താണ്? അല്ലാഹു പറയുന്നു, അവർ കൊടുക്കുന്ന വസ്ത്രം നരകത്തിന്റെ വസ്ത്രങ്ങളായിരിക്കും. അവർ കുടിക്കുന്ന വെള്ളം എന്താണ്? ലആകിലൂന മിൻഹാ ഫമാലിഊന മിൻഹൽ ബുതൂൻ ഫശാരിബൂന അലൈഹി മിനൽ ഹമീം, അവർ കുടിക്കുന്നത് തിളച്ച വെള്ളമായിരിക്കും. അതുപോലെ തന്നെ അവർ വെള്ളം ആവശ്യപ്പെടുന്ന ആ വലിയ ഏറ്റവും ദുർഘടമായ ഒരു സാഹചര്യം സൂറത്തുൽ അറാഫിൽ അല്ലാഹു പറയുന്നുണ്ട്. വനാദാ അസ്ഹാബുൻ നാരി അസ്ഹാബൽ
الجنة أن أفيضوا علينا من الماء أو مما رزقكم الله ونادى أصحاب النار നരകവാസികൾ വിളിച്ചു ചോദിക്കും ആരെ അസ്ഹാബൽ ജന്ന സ്വർഗ്ഗവാസികളോട് അൻ അഫീദു അലൈനാ ഞങ്ങൾക്കൊന്ന് ഒഴുക്കി തരണം മിനൽ മാഇ അൽപം വെള്ളം ഔ മിമ്മാ റസഖകുമുല്ലാഹ് അല്ലാഹു നൽകിയ ആഹാരങ്ങൾ ഞങ്ങൾക്കും ഒന്ന് ഷെയർ ചെയ്യണമെന്ന് നരകവാസികൾ സ്വർഗ്ഗവാസികളോട് ചോദിക്കും. അവർ നിർഭയമായി കൊടുക്കുന്ന ഒരു മറുപടിയും നാളെയുടെ മറുപടി ഖുർആൻ ഇങ്ങനെ പറയുന്നു ഖാലൂ ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ വെള്ളവും ഭക്ഷണവും അല്ലാഹു നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുകയാണ്. ഇങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ട് അവസാനം വെള്ളം ചോദിക്കുമ്പോൾ അവരെ വിളിച്ചുകൊണ്ട് പോകും. അവിടെ കൊടുക്കുന്നത് നരകത്തിന്റെ വെള്ളമാണ്. ചീഞ്ചലവും ഈ പ്രയാസങ്ങളും എല്ലാം അവരെ കുടിപ്പിക്കും. അവർ അവസാനം ഒന്ന് ആഗ്രഹിച്ചു പോകും മരണപ്പെട്ടിരുന്നു എങ്കിൽ. സൂറത്ത് സുഹ്റുഫ് പറയുന്നുണ്ട് വനാദൗ യാ മാലിക് നരകത്തെ കാക്കുന്ന മലക്കായ മാലിക്കിനോട് അവർ ചോദിക്കും വനാദൗ വിളിക്കും യാ മാലിക് മാലികേ ഈ നരകത്തിന്റെ പാറാവുകാരനായ മാലികേ ലിയഖദി അലൈനാ റബ്ബുക് രക്ഷിതാവിനോടൊന്ന് പറയണം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അറുതി വരുത്താൻ പറയണം. ഞങ്ങളെ ഒന്ന് മരിപ്പിച്ചിരുന്നു എങ്കിൽ എത്ര നന്നായിരുന്നു. മാലിക് അലൈഹിസ്സലാം ഉത്തരം പറയുകയില്ല. കുറേ കാലങ്ങൾക്ക് ശേഷം മാലിക് അലൈഹിസ്സലാം പറയുന്ന മറുപടിയും പരിശുദ്ധമായ ഖുർആൻ പറയുന്നു ഇന്നകും മാകിസൂൻ നിങ്ങളെക്കാലവും ഈ നരകത്തിൽ തന്നെ ജീവിക്കേണ്ടി വരും. ഇനി നിങ്ങൾക്കൊരു തിരിച്ചുപോക്കില്ല, ഇനി നിങ്ങൾക്കൊരു മടക്കമില്ല. സൂറത്ത് സജദയിൽ നമ്മൾ അത് കേട്ടു ഫറജഅനാ നഅമൽ സാലിഹൻ ഇന്നാ മുഖിനൂൻ റബ്ബനാ അബ്സർനാ വസമിഅനാ റബ്ബേ ഞങ്ങളെല്ലാം കണ്ടു ഞങ്ങളെല്ലാം കേട്ടു അതുകൊണ്ട് ഒരു തിരിച്ചുപോക്ക് ഞങ്ങൾക്ക് നൽകണമേ. അല്ലാഹു പറയും ഇല്ല നിങ്ങൾക്കൊരു തിരിച്ചുപോക്കില്ല. ഇന്നഹാ കലിമത്തുൻ ഹുവ വെറും വാക്കാണ് അവൻ പറയുന്നത്. അവന്റെ വാക്കുകൾക്ക് പ്രസക്തിയില്ല. മിണ്ടാതിരിക്കണം. നിങ്ങളുടെ സംസാരത്തിനുള്ള പ്രസക്തിയില്ല. അഥവാ നാളെയുടെ സംഭവ വികാസങ്ങൾ കൃത്യമായി ഒരു ലൈവ് റിയാലിറ്റിയായി ഖുർആൻ നിലനിർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തഫ്സീറിന്റെ പണ്ഡിതന്മാർ പറയുന്ന ഒരു പ്രത്യേകമായ ഒരു വിഭാഗമുണ്ട് അത്തസ്വീറുൽ ഫന്നി ഖുർആനിൽ കരീം. ഖുർആനിന്റെ ആ വർണ്ണന അതിനെ പിക്ചറൈസ് ചെയ്യുന്നത് ഒരു ചിത്രമായി രൂപപ്പെടുത്തുന്ന രീതിയിലുള്ള അവതരണങ്ങൾ ചില സന്ദർഭങ്ങളിൽ പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ നമ്മൾ നെട്ടിത്തരിച്ചിരിക്കും. ഈ കാര്യങ്ങളെ ഒരു മനുഷ്യൻ കണ്ണുകൊണ്ട് കാണുന്ന അത്ര റിയാലിറ്റിയോടെ ഖുർആൻ അവതരിപ്പിക്കും. നരകത്തിന്റെ സ്വർഗ്ഗത്തിന്റെ ഹിസാബിന്റെ കിതാബിന്റെ ഏറ്റവും മോശമായ രംഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ അളവിലും തൂക്കത്തിലും ഒരു വാക്കുകൾക്ക് മാറ്റമില്ലാത്ത നിലയിൽ പരിശുദ്ധമായ ഖുർആനിലൂടെ അവതരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് വഹുവ ഹബ്ലുല്ലാഹിൽ മതീൻ നബി തങ്ങൾ പറയുകയാണ് ഇത് അല്ലാഹുവിന്റെ ഭാഷമാണ്. ഫഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ ആ ഭാഷത്തെ നിങ്ങൾ മുറുകെ പിടിക്കണം. വമൻ ഖസമഹു ബിൽജബ്ബാരിൻ അദല്ലഹുല്ലാഹ് ആ ഭാഷത്തെ മുറുകെ പിടിക്കാതെ ധാർഷ്ട്യത്തോടുകൂടി ഒരു സന്മാർഗം ലഭിക്കണമെന്ന ആഗ്രഹമില്ലാതെയാണ് ഖുർആനെ സമീപിക്കുന്നതെങ്കിൽ അവനെ അല്ലാഹു തകർത്ത് കളയും. ഖസമഹുല്ലാഹ് അവനെ അല്ലാഹു തകർത്ത് കളയും. വമൻ ഇബ്തഗൽ ഹുദാ മിൻ ഗൈരിഹി അദല്ലഹുല്ലാഹ് അതല്ലാത്ത മറ്റ് മാർഗ്ഗദർശനങ്ങൾ മറ്റ് നിർദ്ദേശങ്ങളിലാണ് അവൻ സായുജ്യമടയുന്നതെങ്കിൽ അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വഴികെടുത്തി കളയുമെന്ന് പറയുന്നു. അഥവാ പരിശുദ്ധമായ ഖുർആൻ മാർഗ്ഗദർശനമാണ്. നമ്മുടെ എല്ലാ മേഖലകളിലും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും അത് കൃത്യമായി സ്പർശിക്കുന്നു. അതിൽ ശാസ്ത്രീയമായ സത്യമുണ്ട്. ശാസ്ത്ര ഗ്രന്ഥമൊന്നുമല്ല പരിശുദ്ധമായ ഖുർആൻ. ദ ബുക്ക് ഓഫ് സാൽവേഷൻ അത് മോക്ഷത്തിന്റെ ഗ്രന്ഥമാണ്. അത് സന്മാർഗത്തിന്റെ ഗ്രന്ഥമാണ്. പക്ഷേ അതിന്റെ സന്മാർഗ ചർച്ചകൾക്കിടയിൽ അല്ലാഹു പറയുന്നുണ്ട് സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖ് പ്രപഞ്ചത്തിന്റെ ദൃഷ്ടാന്തങ്ങൾ നാം നിങ്ങൾക്ക് കാണിച്ചു തരും. വഫി അൻഫുസിഹിം നിങ്ങളുടെ സ്വന്തത്തിലുമുള്ള ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾ നോക്കുന്നില്ലേ? അഫലാ യൻദുറൂന ഇലൽ ഇബിൽ കൈഫ ഖുലിഖത് ഒട്ടകത്തെ അല്ലാഹു പടച്ചത് എങ്ങനെയാണ് എന്ന് നോക്കുന്നില്ലേ? ഒട്ടകവുമായി പഴകിയിരുന്ന ഒരു സമൂഹത്തിനോട് പറയുകയാണ് നിങ്ങളുടെ പരിസരത്തുകൂടെ കറങ്ങി നടക്കുന്ന മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന ഒട്ടകത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? അതിന്റെ സൃഷ്ടി വൈഭവത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? ഈ ആകാശം എങ്ങനെയാണ് ഉയർത്തപ്പെട്ടത് എന്ന് ഈ ഭൂമിയുടെ സംവിധാനം എങ്ങനെയാണ് എന്ന് അതിനെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി അല്ലാഹു പർവ്വതങ്ങളെ ഗിരിശൃംഗങ്ങളെ ഈ ഭൂമിയിൽ സംവിധാനിച്ചത് എങ്ങനെയാണ് എന്ന് അല്ലാഹു മനുഷ്യന്റെ ഓർമ്മകളെ തൊട്ടുണർത്തുകയാണ്. അവിടെ യുക്തിവാദ മത്സരത്തിൽ ഒരു പ്രസക്തിയും
ഭൂമിയില്ല. അഥവാ അല്ലാഹു പറയുകയാണ്, നിന്റെ ചുറ്റുഭാഗത്ത് നീ ചവിട്ടി വലിച്ചു നടക്കുന്ന ഈ ഭൂമി, ആ ഭൂമിയുടെ സിട്ടാവ് അല്ലാഹുവാണ്. നിനക്ക് മഴ പെയ്തു തരുന്ന ഈ ആകാശമുണ്ടല്ലോ, അതിന്റെ സിട്ടാവും അല്ലാഹുവാണ്. നിന്റെ ചുറ്റുഭാഗത്ത് കാണുന്ന ഈ പർവ്വതങ്ങൾ, അലയടിക്കുന്ന സമുദ്രങ്ങൾ, അതിലൂടെ ഊളിയിട്ട് നടക്കുന്ന മത്സ്യങ്ങൾ, ഇതൊക്കെ അല്ലാഹുവിന്റെ സൃഷ്ടി വൈഭവമാണ്. ഹാദാ ഖൽഖുല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനി, അല്ലാഹ് അല്ലാത്ത മറ്റേതെങ്കിലും വസ്തുക്കളോ വ്യക്തികളോ പടച്ചിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരിക. ലാ യഖ്ലുഖു ദുബാബ, ഒരു ഈച്ചയെ പോലും അവർക്ക് പടയ്ക്കാൻ സാധിക്കില്ല. വല വിജിത്തമഊല, അവരുടെ മുഴുവൻ സംവിധാനങ്ങളും സമ്മേളിച്ചു കഴിഞ്ഞാലും ഒരു ഈച്ചയെ പോലും പടയ്ക്കാൻ കഴിയില്ല. എന്നല്ല, വയസ്ലുബുഹും ദുബാബു ശൈഅൻ, അവരുടെ പരിസരങ്ങളിൽ നിന്നും ഈച്ച എന്തെങ്കിലും എടുത്തുകൊണ്ടുപോയാൽ ആ ഈച്ചയുടെ ചിറകിൽ നിന്നും അതിനെ തിരിച്ചു പിടിക്കാൻ അതുപോലും ആർക്കുമാവില്ല. അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, ചിന്തകളുടെ ചിന്തിപ്പിക്കാനുള്ള ഉദ്ദീപിപ്പിക്കാനുള്ള ചില ഓർമ്മകളായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ മനുഷ്യന്റെ എല്ലാ മേഖലകളെയും സർവമായി കൊണ്ട് ഉൾക്കൊള്ളുന്ന തരത്തിലേക്ക് പരിശുദ്ധമായ ഖുർആൻ പോവുകയാണ്. അതുകൊണ്ട് ആ ഖുർആനിലുള്ള സന്മാർഗം, ആ ഖുർആനിന്റെ അത്ഭുതങ്ങൾ നിലയ്ക്കുന്നില്ല. വലാ യൻഖദി അജായിബുഹു, അതിന്റെ അത്ഭുതങ്ങൾക്ക് അവസാനമില്ല, അതിന്റെ വിസ്മയങ്ങൾക്ക് വിരാമമില്ല. വലാ യശ്ബഉ മിൻഹുൽ ഉലമാ, അറിവുള്ളവർക്ക്, പഠിക്കുന്നവർക്ക്, ചിന്തിക്കുന്നവർക്ക് 1000 അനുഭവങ്ങൾ ഈ പരിശുദ്ധമായ ഖുർആൻ സംവിധാനിക്കും. അതുകൊണ്ട് ഈ പരിശുദ്ധമായ ഖുർആനുമായിട്ട് നമ്മുടെ ജീവിതങ്ങളെ കേവലം പാരായണം ചെയ്യുക എന്നതിനപ്പുറം നമ്മുടെ ജീവിതവുമായി, ആ ജീവിത പരിസരങ്ങളുമായി പരിശുദ്ധമായ ഖുർആനിനെ ചേർത്ത് നടത്തേണ്ട ആവശ്യകത, അതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങൾ അത് പാരായണം ചെയ്യുന്നതിനോടൊപ്പം അതിന്റെ അർത്ഥതലങ്ങൾ, ആശയതലങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞ് അല്ലാഹുവിനെ മനസ്സിലാക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒപ്പം ഈ പരിശുദ്ധമായ ഖുർആനിനെ മനനം ചെയ്യാൻ, അതിനെ പഠിക്കാൻ, അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ യുവതലമുറകളെ, അതിനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കണം. മക്കൾ അതുമായി ബന്ധിപ്പിക്കണം. സാഹചര്യത്തിന്റെ അവസ്ഥകൾ വളരെ മോശമാണ്. അവരെ ഖുർആനുമായി അടുപ്പിച്ചാൽ അതിന്റെ വെളിച്ചം അവരുടെ ഹൃദയത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഏത് പ്രതിസന്ധികൾക്കും അവരെ തടുക്കാൻ കഴിയില്ല. അവരുടെ ആ ദിവ്യ വെളിച്ചത്തെ എടുക്കാൻ ആർക്കും കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല നിലയിൽ നമ്മളെ കബൂലാക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആൻ യഥാവിധി മനസ്സിലാക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.